നിന്നുകൊണ്ടാണെങ്കിലും 8-ൽ നിന്നുകൊണ്ടാണ് 6-ൽ നിന്നുകൊണ്ടാണ് അതിനെയൊക്കെ മറികടക്കുന്ന പ്ലാനറ്ററി കോമ്പിനേഷൻ ജാതകത്തിലുണ്ടാകും. അത് ജാതകം വിശദമായി അനലൈസ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. എങ്കിലും നീചത്തിലോ വീക്കായിട്ടോ നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് എപ്പോഴും അവരെ പറ്റി സംശയമാണ്. പിന്നെ സംശയം, ഭയം, ഇൻസെക്യൂരിറ്റി, പിന്നെ ശുഭാപ്തി വിശ്വാസം ഇല്ലാതിരിക്കുക. അപ്പോൾ ഇല്ലേ അവരത് എടുക്കുന്നേ ഇല്ല. ബുദ്ധിയിലാണ്. എനിക്കറിയാം, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് ഇമോഷനുള്ള കാര്യങ്ങളിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമസ്കാരം, ദി അൺഎക്സ്പ്ലെയിൻഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും എപ്പിസോഡ്സിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് തരുന്നുണ്ട്. പ്രോഗ്രാമിനെ കുറിച്ച് വളരെ നന്ദി. ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവാൻ ഈ പ്രോഗ്രാമും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മളെല്ലാവരും പലപ്പോഴും പല വാക്കുകൾ ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നവർ, ചിലർ ഭാഗ്യം എന്ന് പറയും, ചിലർ ഈശ്വരാധീനം എന്ന് പറയും, ചിലർ ദൈവാനുഗ്രഹം എന്ന് പറയും, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഈ ആസ്പെക്റ്റ് നമ്മളുടെ ലൈഫിൽ എങ്ങനെയാണ്, ഹൗ ഡസ് ഇറ്റ് പ്ലേ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആസ്ട്രോളജിക്കലി നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ, അതിനെ കൂട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെ നമുക്ക് ഇന്ന് ശാന്ത ചേച്ചിയിൽ നിന്നും കേട്ടറിയാം. ചേച്ചി നമസ്കാരം. നമസ്തേ. അപ്പോൾ ഭാഗ്യം എന്ന് പറയുമല്ലോ, ഭാഗ്യം. അപ്പോൾ ഈ ഭാഗ്യം നമ്മളുടെ ഗ്രഹനില നോക്കുമ്പോൾ നമ്മളെപ്പം ഗ്രഹനില നോക്കിയാലും ഈശ്വരാധീനം എന്നുള്ള വാക്കുണ്ടാവും, അല്ലെങ്കിൽ ഭാഗ്യം ഇന്ന യോഗമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും കേൾക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് ലൈഫിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ജാതകം നോക്കുമ്പോഴും ജാതകത്തിൽ ഈശ്വരാധീനം ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. അതേപോലെ ഇപ്പോൾ പ്രശ്നം വയ്ക്കുകയാണെങ്കിൽ കേട്ടിട്ടുണ്ടാകും, വ്യാഴം മറഞ്ഞു എന്നൊക്കെ പറയുന്നത്. അതായത് വ്യാഴം മറഞ്ഞു എന്ന് ചോദിക്കുന്ന ഈശ്വരാധീനം തടസ്സപ്പെട്ടോ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്ന ഒരു കാര്യം ഈശ്വരാധീനം ആണ്. പ്രകൃതി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇയാൾക്ക് കാര്യങ്ങൾക്ക് എന്നുള്ളത്. ജാതകത്തിലാണെങ്കിൽ അത് ഒരാൾ ജനിച്ച സമയം കൊണ്ടെടുക്കുന്ന ഒരു 1-ാം ഭാവം എന്ന് പറയും, അല്ലെ ലഗ്നം എന്ന് പറയും. അതിൻ്റെ 9ാമത് വരുന്ന ഭാവത്തിനെയാണ് ഭാഗ്യഭാവം എന്ന് പറയുക. ഭാഗ്യം എന്ന് പറയുന്നത് പൂർവ്വജന്മത്തിലുള്ള സുഹൃത്തത്തെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. അതായത് ഈ 9ാം ഭാവം കൊണ്ട് തന്നെ പൂർവ്വപുണ്യത്തെ പറയും, പൂർവ്വജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറയും, പൂർവികരെ പറയും, അച്ഛൻ്റെ വഴിക്കുള്ള ആൾക്കാർ, അച്ഛൻ അങ്ങനെയുള്ള ആൾക്കാർ, പരമ്പര, അവരുടെ അമ്മ 4ാം ഭാവം കൊണ്ട് അച്ഛനെ പറ്റി. ഇപ്പം അങ്ങനെയുള്ള ഈ വ്യക്തി തന്നെ പൂർവ്വജന്മത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സംക്ഷിപ്തമായ ഒരു രൂപരേഖ അതൊക്കെ അത് കൊണ്ട് പറയും. പിന്നെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം എവിടെയാണ് ജാതകത്തിൽ നിൽക്കുക? അത് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം സർവ്വ ദൈവങ്ങളുടെ സാന്നിധ്യം വ്യാഴത്തെ കൊണ്ട് പറയുക എന്ന് പറയുന്നത്. അതായത് നമ്മളിലുള്ള ആകാശ എലമെൻ്റാണ്. ആകാശ എലമെൻ്റ് സുസ്ഥിതിയിലിരുന്നാൽ സുഖം ആണ്, ദുസ്ഥിതിയിലിരുന്നാൽ ദുഃഖം. അപ്പോൾ അതിനാണ് സുഖം ദുഃഖം, ഖം എന്നുള്ളത് കോമൺ ആണ് ആകാശം. അപ്പോൾ നമ്മൾ സുസ്ഥിതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഈ വ്യാഴം നല്ലതാണ് ഒരാളുടെ ജാതകത്തിലെങ്കിൽ അവരുടെ അനുഭവങ്ങളൊക്കെ നല്ലതായിരിക്കും എന്ന് പറയുന്നത്. ഒരുപാട് ഘടകങ്ങളുണ്ട്, പല ഘടകങ്ങളുണ്ട്. അതിലൊന്നാണിത്, വ്യാഴത്തെ പറ്റി പറയുക. ഇപ്പോൾ വ്യാഴം നന്നായി ഇരിക്കണം എങ്കിൽ നമ്മൾ ഇതിനു മുൻപുള്ള കാലത്ത് ജന്മങ്ങളിൽ നമ്മൾ ബഹുമാനിക്കേണ്ട ആൾക്കാരെയൊക്കെ ബഹുമാനിച്ചിരിക്കണം. അതായത് നമ്മൾ ഗുരുത്വം എന്നൊക്കെ പറയില്ലേ, വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം തന്നെ ഗുരുവാണ്. അല്ലെങ്കിൽ ഈ സർവ്വദൈവങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ഈശ്വരാംശമാണ്, അല്ലെ നമ്മളിലുള്ള ആകാശ എലമെൻ്റാണ്, നമ്മളിലുള്ള വിസ്ഡമാണ്. അപ്പം പൂർവ്വജന്മത്തിൽ നമ്മൾ ഇതിനെയൊക്കെ നിഷേധിക്കുക, ആരെയാ? ഗുരുക്കന്മാരെ നിഷേധിക്കുക, പറഞ്ഞാൽ അറിവ് പകർന്നു തരുന്നവരെ നിഷേധിക്കുക. പിന്നെ പൂർവികരായിട്ട് ബഹുമാനിക്കേണ്ട ആൾക്കാരെ ബഹുമാനിക്കാതിരിക്കുക. അതേപോലെ തന്നെ അറിവിനെ നിഷേധിക്കുന്നതും വ്യാഴം പറയാനുള്ളൊരു കാരണമാണ്. അറിവ്, നമ്മളൊരു കാര്യത്തെപ്പറ്റി ഒരു ജ്ഞാനം നമ്മൾ ഉപദേശിച്ചു കൊടുക്കുക, അത് ശരിയല്ല എന്ന് പറഞ്ഞ് അതിനെ ധിക്കരിച്ചു പോവുക, അതിനെ സ്വീകരിക്കാതിരിക്കുക, അത് വ്യാഴം നമ്മളുടെ ജാതകത്തിൽ ബലം കുറഞ്ഞ് നിൽക്കാനുള്ളൊരു കാരണമാണ്. അപ്പം വ്യാഴം നന്നായിട്ട് നിന്നാൽ നമ്മൾ പറയുന്ന ആകാശ എലമെൻ്റ് സുസ്ഥിതിയിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ശാസ്ത്രീയമാണ്. ഇപ്പോൾ ഒരാളുടെ ജാതകത്തിൽ ഈ വ്യാഴം നല്ല നിലയിലാണ് ഉള്ളതെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും വളരെ ശുഭാപ്തി വിശ്വാസിയായിരിക്കും. അപ്പോൾ ശുഭാപ്തി വിശ്വാസിയാകുമ്പോൾ എന്താണ്,
ഒപ്റ്റിമിസ്റ്റിക് ആണ്. നമ്മൾ പ്രപഞ്ചത്തിലോട്ട് ഇടുന്നത് തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, അത് നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് മാനിഫെസ്റ്റ് ചെയ്യും. നമ്മുടെ ചിന്ത ഏതാണോ അതിലേക്ക് നമ്മുടെ പ്രാണ ഫ്ലോ ചെയ്യും. നമ്മുടെ വിക്ഷേപണങ്ങൾ പോസിറ്റീവാണ്. അപ്പോൾ അത് ശ്വാസം എങ്ങനെയാണ് അതനുസരിച്ച് ചിന്ത വരും, ചിന്ത എങ്ങനെയാണ് അതനുസരിച്ച് പ്രാണ ഫ്ലോ ചെയ്യും, അത് മാനിഫെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ വ്യാഴം നന്നായി നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും എന്താണ് ശുഭാപ്തി വിശ്വാസികളായിരിക്കും, പോസിറ്റീവായിരിക്കും. അങ്ങനെയാണ് അത് വർക്കൗട്ട് ആകും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് എടുക്കാം. ഇപ്പോൾ സമൂഹമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം വരികയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു ഉത്തരവാദിത്തം, ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യം നടത്തിപ്പിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് നമ്മളെ ഒരാൾ സെലക്ട് ചെയ്താൽ നമ്മൾ എന്തു പറയും, കോൺഫിഡൻസ്, നമ്മൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നമ്മളത് ഏറ്റെടുക്കും. അത് നന്നായി മറ്റുള്ളവരുടെ കൂടെ സഹകരണം കൊണ്ട് നന്നാകും. പക്ഷെ അത് നന്നാകുമ്പോഴേക്കും നമ്മൾക്കുള്ളിൽ ഒരു പോസിറ്റീവ് എനർജി അല്ലേ വരിക. അതേപോലെയാണ് കാര്യങ്ങൾ വർക്കാവുക. അപ്പം നമ്മൾക്ക് ഈ വ്യാഴം നന്നായി നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. അവരുടെ ചുറ്റും ആ പോസിറ്റീവ് എനർജി ഉണ്ടാകും. അതനുസരിച്ച് അവർക്ക് പോസിറ്റീവ് എനർജി വന്നുകൊണ്ടേയിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇനി ഈ വ്യാഴം മോശമായി നിൽക്കുന്ന ജാതകങ്ങളുണ്ട്. അവർക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഭയം ഉണ്ടാകും. എല്ലാത്തിനെ പറ്റിയും എൻ്റെ കാര്യമായതുകൊണ്ട് ഇത് ചിലപ്പോൾ ശരിയാകുമെന്ന് അറിയില്ല എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ ധാരാളം കാണാറുണ്ട്, പറയാറില്ലേ. ബാക്കിയുള്ളവർക്ക് ശരിയാകും, പക്ഷെ എൻ്റെ കാര്യമായതുകൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി ശരിയായിക്കൊള്ളും, ഇതാണ് അതിൻ്റെ കാരണം പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ചുമ്മാ അതിങ്ങനെ ചെയ്തോളൂ എന്നല്ല പറയുന്നത്. ഒക്കെ കേട്ടിട്ടിരിക്കും, എന്നാലും ശരിയാകുമോ? അപ്പോൾ നമ്മൾ എന്താ അങ്ങനെ, അല്ല എൻ്റെ കാര്യമായതുകൊണ്ട് എനിക്കൊരു സംശയമാണ്. അപ്പോൾ അത് തെറ്റല്ല. അപ്പോൾ അപ്പോൾ ആ ശുഭാപ്തി വിശ്വാസം കുറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിനെ കൊണ്ട് നമുക്ക് പറയാവുന്നത് അതൊരു ഈശ്വരാധീനത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്, ഭാഗ്യത്തിൻ്റെ. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ഇവരുടെ ജാതകത്തിൽ 9ാമത്തെ ലഗ്നം തുടങ്ങിയിട്ട് ജാതകത്തിൽ ആന്ന് എഴുതിയിട്ടുണ്ട്, അത് 1ാമത്തെ ഭാവമാണ്. അത് മുതൽ 9ാമത്തെ ഭാവത്തിലുള്ള ഗ്രഹം ശുഭഗ്രഹമാണെങ്കിൽ ഭാഗ്യമുണ്ട് അവർക്ക്. ഒരു ശുഭഗ്രഹങ്ങൾ, അതായത് ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, വ്യാഴം, ഈ ഗ്രഹങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണെങ്കിൽ ഭാഗ്യമുണ്ട്. ഇനി പാപഗ്രഹങ്ങളാണെങ്കിൽ 9ാമത്തെ ഭാവത്തിൽ. അതേപോലെ ഇപ്പോൾ ശനിയാണെങ്കിലും 9ാം ഭാവത്തിൻ്റെ അധിപനാണ് അവിടെ നിന്നാൽ ഭാഗ്യമുണ്ട്. ഇത് അസ്ട്രോളജിക്കൽ ടൈംസ് ആണ്. അപ്പോൾ 9 ശുഭബന്ധം ഉണ്ടാകുക, ശുഭഗ്രഹം ഉണ്ടാകുക, പല കോമ്പിനേഷൻ കൊണ്ടാണ് അത് വരുന്നത്. അത് ഭാഗ്യത്തിൻ്റെ ഒരു ഏതെങ്കിലും സൂചനയാണ്. പിന്നെ ഇവർ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നാൽ അതൊരു വർദ്ധിച്ച ഭാഗ്യമാണ്, ഭാഗ്യത്തെ സൂചിപ്പിക്കുന്നത്. അതായത് 10ാം ഭാവം കർമ്മത്തിൻ്റെ ഭാവം, ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഭാവമാണ്. അപ്പോൾ അതിന് ഈ ഭാഗ്യവുമായിട്ടൊരു ബന്ധം വരണം എങ്കിൽ അത് വളരെ ചിലപ്പോൾ 2 ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കാം, 9ാം ഭാവതിയും 10ാം ഭാവതിയും കൂടെ നിൽക്കാം, അങ്ങനെയൊക്കെ വരാം. 10ഉം കർമ്മവുമായിട്ട് പൊതുവേ ഈശ്വരാധീനം ഉണ്ടാകണം. പിന്നെ കർമ്മവുമായിട്ടൊരു ഈശ്വരാധീനം ഭാഗ്യം ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ കർമ്മത്തിലൊക്കെ വലിയ വിജയമുണ്ടാകും. അത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ചില കാര്യങ്ങൾ വർക്കൗട്ട് ആവില്ല. അതേസമയം നമ്മൾ ചെറിയ എഫേർട്ട് എടുക്കാൻ കാര്യം നടക്കും, പോസിറ്റീവായിട്ട് സക്സസ്ഫുൾ ആവും. അതുപോലെ തന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും രണ്ടുപേരും ഒരേ കാര്യമാണ് ചെയ്യണേ, പക്ഷെ ഫ്രണ്ടിന് റിസൾട്ട് ബെറ്റർ കിട്ടണു. എനിക്ക് അവരുടെ സമയം ഇപ്പം നടക്കുന്ന പ്ലാനറ്ററി പീരീഡ് ഒരു പ്രധാന ഘടകമാണ്. ദശകാലം നല്ല സ്ഥാനത്ത് നിൽക്കുന്ന നല്ല ബലമുള്ള ഗ്രഹത്തിൻ്റെ ദശകാലം നടക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ പോസിറ്റീവായിരിക്കും. അവർക്ക് അങ്ങനെയായിരിക്കും, നമുക്ക് അങ്ങനെ ആയിരിക്കത്തില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ ലഗ്നത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹമുണ്ട്. 1ാം ഭാവം നമ്മളാണ്. അപ്പം അതിൻ്റെ അധീപനായിട്ടുള്ള ഗ്രഹം ആ ലഗ്നത്തിലുമൊക്കെ പാപഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാലും ഈ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ചിലർ ലഗ്നാധിപൻ ചില സ്ഥലങ്ങളിലൊക്കെ നിന്നാൽ അവർ തന്നെ അവർക്കുള്ള നാശത്തിന് കാരണമാകും. അതേപോലെ അത് ആ ലഗ്നാധിപൻ ബലമുണ്ടായിട്ടൊരു ശുഭ സൂചകമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആകെ മൊത്തം അവരുടെ ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ സക്സസ് ആയിരിക്കും. അവർ കോൺഫിഡൻറ്റും ആയിരിക്കും. ഉള്ളിൽ പുറമേക്ക് എങ്ങനെ വിചാരിക്കുന്നു എന്നുള്ളതല്ല, അവരിൽ സംതൃപ്തരാണ്, കോൺഫിഡൻ്റാണ്. അങ്ങനെയുള്ള ആൾക്കാർക്കും ജീവിതത്തിൽ സക്സസ് ഉണ്ടാകും. ഇപ്പം ഈ പറഞ്ഞ ലഗ്നാധിപൻ പോയിട്ട് നീചമായിട്ട് നിൽക്കുക, അനിഷ്ട സ്ഥാനങ്ങളിലൊക്കെ നിൽക്കുക,
അതിന് ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ. ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റില്ല 8 നിന്നുകൊണ്ടാണ് 6 നിന്നുകൊണ്ടാണ്. അതിനെയൊക്കെ മറികടക്കുന്ന പ്ലാനറ്ററി കോമ്പിനേഷൻ ജാതകത്തിലുണ്ടാകും. അത് ജാതകം വിശദമായി അനലൈസ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. എങ്കിലും നീചത്തിലോ വീക്കായിട്ടോ നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് എപ്പോഴും അവരെ പറ്റി സംശയമാണ്. എൻ്റെ കാര്യങ്ങൾ ശരിയാവില്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഇത് സക്സസ് ആകുമോ? ശരിക്കും അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഈ മാനസികാവസ്ഥ അവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഗ്രഹത്തിൻ്റെ സ്ഥിതിയാണ്. അപ്പം ഇത് തമ്മിലുള്ള കണക്ഷൻ ഒരു പ്രധാന ഘടകമാണ്. എല്ലാം അടിസ്ഥാനപരമായിട്ട് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. എന്ത് തരം ചിന്തകൾ നമുക്ക് വരണം, എന്ത് തരം വ്യക്തികളും സാഹചര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരണം എന്നുള്ളത് ഈ പ്ലാനറ്ററി പൊസിഷനാണ് തീരുമാനിക്കുന്നത്. അതനുസരിച്ചുള്ള വ്യക്തികളും സാഹചര്യങ്ങളും എത്തുമ്പോൾ നമ്മുടെ മനസ്സ് അവരോട് സംവദിക്കുന്നു. പൂർവ്വകർമ്മമായിട്ടത് ഒരു കോഡിങ്ങിലാകുന്നു. അത് വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, അനുഭവമായിട്ട് വരുന്നു. അങ്ങനെയാണത് നമ്മളുടെ ഒരു അനുഭവ തലത്തിലേക്ക് വരിക. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ജാതകത്തിൽ നോക്കുമ്പോൾ ഉണ്ടാവണം. ഈശ്വരാധീനം ഉണ്ടാവണം. വ്യാഴം നല്ലതായിരിക്കണം. ലഗ്നം നന്നായിരിക്കണം. ലഗ്നത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം, ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹം, അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട്. ഇതൊക്കെ നന്നായിരിക്കണം. അതേപോലെ ചില ഭാഗ്യ ജാതകങ്ങളെന്ന് പറയുന്നത് ഈ ഫലങ്ങൾ 3 തരത്തിലാണ് പറയുന്നത്. ഒന്ന് അദൃഢ ഫലമാണ്. സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യാം. അതാണ് ചാരവശാലുള്ളത്. ഇപ്പം ശനി മാറി വ്യാഴം മാറി എന്നൊക്കെ പറഞ്ഞ് ഫലങ്ങളൊക്കെ നമ്മൾ വായിക്കാറില്ലേ, അത് അദൃഢ ഫലമാണ്. ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. പിന്നെ അതെ, പിന്നെ ദേശകാലം നമുക്കിപ്പം നടക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ പീരീഡാണ് നമുക്ക് ഓരോരുത്തർക്കും നടക്കുന്നത്. അതിന് ദൃഢഫലമാണ്. അത് സൂചിപ്പിക്കുന്ന ഫലങ്ങളൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ചില ഫലം എന്ന് പറഞ്ഞാൽ ദൃഢാദൃഢം എന്ന് പറയും, അതായത് ഉറപ്പാണ്. അങ്ങനെയുള്ളത് യോഗങ്ങളാണ്. രാജയോഗം, ചില ജാതകത്തിൽ ഇന്ന യോഗം ഉണ്ടെന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ യോഗങ്ങൾ കൊടുക്കുന്ന ഫലങ്ങൾ ഉറപ്പാണ്. ഈ ജീവിതകാലത്ത് നമ്മളത് അനുഭവിക്കും. പലതരത്തിലുള്ള യോഗങ്ങളുണ്ട്. പഞ്ചമഹാപുരുഷ യോഗം എന്ന് പറയും, പിന്നെ ഗജകേസരി യോഗമുണ്ട്. ഒരുപാട് യോഗങ്ങൾ ആയിരക്കണക്കിനുണ്ട്. പക്ഷെ ഫലം കൊടുക്കുന്ന യോഗങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ പഞ്ചമഹാപുരുഷ യോഗങ്ങളുണ്ട്. പിന്നെ വസുമതി യോഗം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. ഗജകേസരി യോഗമുണ്ട്. പക്ഷെ അതിന് ഇതൊക്കെ ആയുസ്സും കൂടുതൽ ദീർഘായുസ്സും ഐശ്വര്യവും ഒക്കെ കൊടുക്കുന്നതാണ്. അതായത് ഈ ഗ്രഹങ്ങൾ ഏതൊക്കെയാണോ അത് സൂചിപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഗംഭീരമായിട്ട് ശോഭിക്കും എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അതേപോലെ ചന്ദ്രൻ്റെ ചില സ്ഥലങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ജനറലായിട്ട് ഗജകേസരി യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒരു കോമൺ ഒരു ബ്ലാങ്കറ്റായിട്ട് ഇങ്ങനെ വരും എന്നല്ല അർത്ഥം. ആ ഓരോ ജാതകത്തിനനുസരിച്ചും ഗജകേസരി യോഗത്തിൽ എന്താണ് ഫലം എന്നുള്ളത് വ്യത്യാസം വരും. അത് ചന്ദ്രനും വ്യാഴവും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ചന്ദ്രനും വ്യാഴവും തമ്മിൽ ഹാർമണിയിൽ നിൽക്കുക, അതായത് 1, 4, 7, 10 നിൽക്കുക ജാതകത്തിൽ. അതൊരു ഹാർമണിയാണ്, ഭൗതിക തരത്തിലുള്ള ഒരു ഹാർമണിയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് സക്സസ് ഉണ്ടാകും. സിമ്പിളാണ്. മുമ്പേ പറഞ്ഞത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അത് എവിടെ ഇരിക്കണോ എന്നുള്ള അനുസരിച്ച് എന്ത് തരം സക്സസ് ആണെന്നുള്ളതിൽ വ്യത്യാസം വരും. ഇപ്പം ചന്ദ്രന് ബലമുണ്ടോ വ്യാഴത്തിന് ബലമുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു പ്രധാന ഘടകം. പക്ഷെ ഈ ചന്ദ്രനെയും വ്യാഴവും കൂടെ കൂടുമ്പോഴാണ് ഈ കോമ്പിനേഷൻ. ചന്ദ്രനും വ്യാഴവും കൂടെ ഹാർമണിയിലുള്ളത് കോമ്പിനേഷനാണ്. ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. വ്യാഴം എന്ന് പറയുന്ന വിശ്വമനസ്സാണ്. ഗുരുവത്തത്വമാണ്, ആകാശ എലമെൻ്റാണ്. അതായത് നമ്മളുടെ ഇന്നർ മൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം, അലൈൻഡ് വിത്ത്. അപ്പോൾ ഇത് അലൈൻഡ് ആണെങ്കിൽ എന്താണ്, നമ്മുടെ മനസ്സും പ്രകൃതിയുടെ മനസ്സും ഈശ്വരന്റെ മനസ്സും എന്നാണ് പറയുന്നത്. ഇത് അലൈൻഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാം പോസിറ്റീവ്. അപ്പോൾ എന്താ ഉണ്ടാകുക, നമ്മുടെ മനസ്സാണ്. ഇനി ഏറ്റവും വലിയ ദുര്യോഗമാണ് ഈ ചന്ദ്രനും വ്യാഴവും പിന്നെ 6, 8, 12 നിൽക്കുക എന്ന് പറയുന്നത്. അതൊരു ദുര്യോഗ. കാരണം മനസ്സൊക്കെ നമുക്ക് നല്ല അറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ പിന്നെ അറിവെല്ലാം ഉണ്ട്. പക്ഷേ ഇതെന്താണ്, നമ്മുടെ മനസ്സ് പക്ഷേ അത് അങ്ങോട്ട് കേൾക്കില്ല, അംഗീകരിക്കില്ല. എല്ലാ അറിവുണ്ട്, ഭയങ്കരമായിട്ട് നമ്മൾ ജ്ഞാനമൊക്കെ നേടിയിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ കാര്യം വരുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് ഇമോഷനുള്ള കാര്യങ്ങളിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ മനസ്സ് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് അത് പ്രായോഗിക ജ്ഞാനം കൊണ്ട് നമുക്ക് ഉപകാരമില്ല. രണ്ട് തലത്തിൽ നിൽക്കും, ഡിസ്ഹാർമണിയിലാവും. അതാണ്, അതൊരു വലിയ ദുര്യോഗമാണ്, ശകടയോഗം എന്ന് പറയും.
അതുപോലെ കേമദ്രുമ യോഗം എന്നൊക്കെ പറയും. അത് ദുര്യോഗമാണ്. അത് വ്യാഴവും ചന്ദ്രനും തമ്മിൽ അനിഷ്ടമായിട്ട് പോകുമ്പോഴാണ്, ഡിസ്ഹാർമണി പോകുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇത് എന്താ പറയുന്നത്, അങ്ങനെ ഒരു ഡിസ്ഹാർമണി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മനസ്സ് വിശ്വമനസ്സുമായിട്ട് ഹാർമണിയിലല്ല, പ്രകൃതിയുമായിട്ട് നമ്മൾ ഹാർമണിയിലല്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എന്തുണ്ടാകും, ഭയം ഉണ്ടാകും, പിന്നെ സംശയം, ഭയം, ഇൻസെക്യൂരിറ്റി, പിന്നെ ശുഭാപ്തി വിശ്വാസം ഇല്ലാതിരിക്കുക, ഇതൊക്കെ വരും. നമുക്ക് അറിവൊക്കെ ചെയ്യാം, നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മളുടെ കാര്യത്തിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് കയറില്ല. അങ്ങനെ വരുമ്പോൾ അതിനെയാണ് ഈ ദുര്യോഗം. അപ്പോൾ ഏറ്റവും വലിയ യോഗങ്ങളൊക്കെ ജാതകത്തിൽ ഉണ്ട്. അത് നല്ല സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ വളരെ വളരെ സക്സസ് ഉണ്ടാവും. ഈ യോഗങ്ങൾക്കും യോഗഭംഗങ്ങളെന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കാൻ വരുമായിരുന്നു. ചിലരുടെ ജാതകം നോക്കിയിട്ട് ഭയങ്കര വലിയ യോഗമൊക്കെ പറയും, പക്ഷെ ജീവിതത്തിൽ അതൊന്നും നമ്മൾ കാണത്തില്ല. അത് യോഗങ്ങൾക്ക് ഭംഗം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതേപോലെ ഈ യോഗങ്ങൾ കൊടുക്കുന്ന ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ അവരുടെ ജീവിതത്തിൽ വരണം. അത് നടക്കണം. അപ്പോഴാണ് ഈ ഫലം ഉണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ വളരെ ചെറിയൊരു പീരീഡിലുണ്ടാകും ഈ ഇതിൻ്റെയൊക്കെ അപഹാരകാലം വരുമ്പോൾ. അപ്പം ഇത് യോഗങ്ങൾ ജാതകത്തിൽ കണ്ടാലും അത് അനുഭവം ഉണ്ടോ എന്നുള്ളത് കുറേ കൂടി സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാകുക. ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം നമ്മൾ ഇത്രയേ ഉള്ളൂ. ശുഭാപ്തി, ഈ ലഗ്നാധിപൻ്റെ സ്ഥിതി അനുസരിച്ച് ബലം കുറഞ്ഞാൽ നമുക്ക് ദൗർബല്യമുണ്ടാകും. അപ്പം നമ്മളതിനെ അതിജീവിക്കാനുള്ള പിന്നെ ടെക്നിക്കുകൾ ഫോളോ ചെയ്യുക. അതാണ് ആത്യന്തികമായിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് വ്യാഴം അനിഷ്ടമാണെങ്കിൽ ഈശ്വരാധീനം ഇല്ലെന്ന് പറയുന്നത്. ഈശ്വരാധീനം എങ്ങനെയാണ് ഇല്ലാതാകുന്നതെന്നാണ് നമ്മളിപ്പോൾ വിശദീകരിച്ചത്. മനസ്സിലായില്ലേ? ജ്ഞാനത്തെ സ്വീകരിക്കാനുള്ള കഴിവ്, ജ്ഞാനത്തെ നമ്മളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജ്ഞാനത്തെ സ്വീകരിക്കാൻ. അപ്പോൾ അതിന് നമുക്ക് പ്രാപ്തമാവാൻ എന്തെങ്കിലും? തീർച്ചയായിട്ടും അതിനാണല്ലോ നമ്മൾ പ്രാക്ടീസുകൾ ചെയ്യണമെന്ന് പറയുന്നത്. മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഇരിക്കുന്നത്. ദേഷ്യം വരുമ്പോൾ വേഗം അതെ നമ്മൾ ശ്വസിച്ചിട്ടല്ലേ സംസാരിക്കുന്നത്. ദുഃഖം വരുമ്പോൾ ദീർഘശ്വാസം ഇല്ലേ? അതെ. അപ്പോൾ ആ ശ്വാസത്തിനെ ക്രമീകരിച്ച് നമ്മുടെ ഇമോഷണൽ തലത്തിനെ ക്രമീകരിക്കാൻ പറ്റില്ലേ? നമ്മുടെ മനസ്സെന്താണോ പറയുന്നത് അങ്ങോട്ടേക്ക് നമ്മുടെ പ്രാണ ഫ്ലോ ചെയ്യുകയാണ്. അതാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രാക്ടീസുകൾ ഡെയിലി ചെയ്ത് മനസ്സിൻ്റെ പ്രാണായാമം യോഗയൊക്കെ ചെയ്ത് മനസ്സിനെ ഒരു കേന്ദ്രീകൃത അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. അതുപോലെ ദാനം ചെയ്യാം. ഇപ്പോൾ ഏത് ഗ്രഹമാണോ മോശമായി നിൽക്കുന്ന ആ ഗ്രഹം സൂചിപ്പിക്കുന്ന വസ്തുക്കൾ ദാനം ചെയ്യാം. അതിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലേണ്ടവർക്ക് മന്ത്രങ്ങൾ ചാൻറ്റ് ചെയ്യുക. അതൊക്കെ നമ്മുടെ എനർജിയെ പോസിറ്റീവ് തരംഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ശരിക്കും എനിക്കതിൽ ഇതായിരുന്നു, നമുക്കിപ്പം ചേച്ചി പറഞ്ഞു യോഗഭംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഈ യോഗഭംഗങ്ങളെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും? ഭംഗങ്ങൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഏത് തരത്തിലാണ് നമ്മളെ ബാധിക്കുക. ഇപ്പം ഈ ശകടയോഗം എന്നു പറഞ്ഞാൽ വ്യാഴവും ചന്ദ്രന് ഹാർമണി വരുന്നതിന് നമ്മൾ യോഗം രാജയോഗമായിട്ട് പറയും, മറ്റതിനെ ദുര്യോഗമായിട്ട് പറയും. അപ്പോൾ ദുര്യോഗം ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും അവെയറായിരിക്കണം. നമ്മൾക്ക് ഇങ്ങനെ സംഘർഷങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒന്നിനെ സ്വീകരിക്കുന്ന ഒരു മനസ്സല്ല നമുക്കുള്ളതെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ മാറും. അപ്പം തന്നെ നമ്മൾ ചാൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ശ്വാസത്തെ ശ്രദ്ധിച്ചാൽ മതി ഇമോഷണലി പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ. അപ്പം നമ്മൾ അവെയറാകുമ്പോഴാണ് ഇതിനെല്ലാം വ്യത്യാസങ്ങൾ വരുന്നത്. ആദ്യം ഇത് അവെയറാകുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയേ സംഭവിക്കൂ ഇല്ല. അതിനുള്ള പ്രകൃതി നമുക്ക് ഇതിനൊരു അവസരം തരുമ്പോൾ ആ അവസരത്തിനെ നമ്മൾ ഉപയോഗിക്കണം. പ്രകൃതി ഇപ്പോൾ പല പ്രാവശ്യം നമ്മളുടെ മുന്നിലേക്ക് നേച്ചർ ഒരു അറിവ് തരും. നമ്മൾ അപ്പോഴൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് നമ്മുടെ അറിവിൽ പെടണം എന്നില്ല. അപ്പം നമ്മൾക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടുന്നത് തന്നെ പ്രകൃതിയുടെ കനിവ് കൊണ്ടാണ്. നമ്മളത് ഫോളോ ചെയ്യുക. അവയർനെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ കോൺഷ്യസ്നെസ്സിലൊരു ഷിഫ്റ്റ് ഉണ്ടാവും. കോൺഷ്യസ്നെസ്സിൽ ഒന്നും ഉണ്ടാവില്ല, അതിൻ്റെ ഒരു അനുഭവപ്പെടും. നമ്മുടെ അനുഭവത്തിൽ വ്യത്യാസമുണ്ട്. ആ വിശ്വാസമല്ലേ, അതല്ലേ ഒരു കാര്യങ്ങൾ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ് ഇന്നതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക, വ്യത്യാസം വരും. ഉടനെ ചോദിക്കാം അവസാനം എന്നാലും എൻ്റെ കാര്യമായതുകൊണ്ടാണ് അത് സംശയം. അപ്പോൾ പോയില്ലേ, അവരത് എടുക്കുന്നേ ഇല്ല. ആൾക്കാരെ എനിക്കറിയാം ഭയങ്കര നെഗറ്റീവാണ്. അത് അവരുടെ ഒരു തെറ്റല്ല, അവർക്ക് അങ്ങനെ പറ്റുള്ളൂ അല്ലേ? തെറ്റല്ലേ, ഇതൊന്നും ആരുടെയും തെറ്റല്ല. നമ്മളുടെ കഴിവ് കൊണ്ടും അല്ല, അവരുടെ കഴിവ് കുറവ് കൊണ്ടുമല്ല, ഒന്നുമല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ലോകത്ത് വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്ന ഏതൊരു മനുഷ്യരും അവരുടെ അറിവില്ലായ്മ ഉണ്ടാകും. നമ്മളതിലൊന്നും പെടാത്തത് നമ്മുടെ ഭാഗ്യം കൊണ്ടാണ്. അതെ, തീർച്ചയായും ഭാഗ്യത്തിലേക്ക് വന്നു. നമ്മൾ ആ സാഹചര്യത്തിൽ പെടാത്തത് കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്.
ശരിക്കും ഈ യോഗങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ചില ഇപ്പം വിവാഹത്തിന് നോക്കുമ്പോഴത്തേക്കും സമസപ്തമ യോഗം, പിന്നെ വേറെ എന്തോ 1-2 യോഗമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ചിലപ്പം ഞാൻ ഈ യോഗമുള്ള ആൾക്കാർ തമ്മിൽ തന്നെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവണത് ഞാൻ ശ്രദ്ധിച്ചു. ഈ സമസപ്തമ, അപ്പം ഞാനൊരു ജ്യോത്സ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് സമസപ്തമം എന്ന് പറഞ്ഞാലും മുജ്ജന്മ ബന്ധം ഉണ്ടെന്നേ ഉള്ളൂ അർത്ഥം, അത് നല്ല ബന്ധമായിരുന്നോ മോശ ബന്ധമായിരുന്നോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. സമസപ്തമുള്ളവർ തമ്മിൽ കൂടുതലും പ്രശ്നങ്ങളാണ് കണ്ടുവരാറ്. ആണല്ലേ. അപ്പൊ ഈ യോഗം എന്ന് പറയുമ്പോഴും അതിന് തന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ വിവാഹം കഴിക്കുന്നതിന് ഈ സമസപ്തമോ അങ്ങനെയൊന്നും വേണ്ട. അതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ഘടന എന്നൊക്കെ പറഞ്ഞ് വേറെ കാര്യങ്ങളുണ്ട്. അത് ബേസിക്കലി വേണ്ടത് നമ്മൾക്കൊരു സ്റ്റാറ്റസ് ഉണ്ട് ഒരു ജാതകത്തിന്, അവർക്ക് പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ളത്. കാരണം ഒരു നേച്ചറാണ്, ഡീപ്പർ ലെവലിലുള്ള ഒരു നേച്ചറാണ്. ഇപ്പോൾ ചരരാശിയിൽ അല്ലെങ്കിൽ വായുരാശിയിലുള്ള ആൾക്കാർ എല്ലാ മാറ്റങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളുന്നവർ. സ്ഥിരരാശിക്കാരാണെങ്കിൽ സ്ഥിരഗ്രഹങ്ങൾക്ക് പ്രാധാന്യമുള്ളൊരു മാറ്റങ്ങൾ ഉൾക്കൊള്ളില്ല, പ്രശ്നമാണ് ഉണ്ടാകും. അതേ ജലരാശിക്കാരാണ് വളരെ ഇമോഷണലാണ്, എക്സ്പ്രസീവാണ്, ഹയർ എലമെൻ്റുള്ള ഒരു പെട്ടെന്ന് മാറും, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് തണുക്കും. അതൊക്കെ ബേസിക് നേച്ചറല്ലേ. അപ്പം അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഗ്രഹങ്ങളുടെ പൊസിഷനും ഒക്കെ. അത് അനലൈസ് ചെയ്താലേ പറയാൻ പറ്റും. അതിൽ നമ്മൾ ചേർന്ന് പോകാൻ പറ്റുന്ന വ്യക്തികൾ തമ്മിൽ ചേർക്കാനായിട്ട് ഈ ജാതകം പരിശോധിക്കുന്നത് നല്ലതാണ്. വേറൊരു ഇപ്പം ഭാഗ്യത്തിന് വന്നപ്പോഴും ഭാഗ്യവും കല്യാണവും കൂടെ ഒരുമിച്ച് വന്നുകൊണ്ട് ചിലർ പറയില്ലേ, ഇത് നിങ്ങൾക്ക് ഭാര്യയുടെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്, അല്ലെങ്കിൽ ഈ വിവാഹത്തിന് ശേഷമാണ് നിങ്ങളുടെ ഭാഗ്യം വരണേ. അതുണ്ടല്ലോ തീർച്ചയായിട്ടും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഹസ്തരേഖ പഠിപ്പിച്ചപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിച്ചില്ലേ, കാരണം ഭാഗ്യരേഖ തുടങ്ങുന്ന ഒരു സ്ഥലത്തു നിന്ന് ഇന്ന സ്ഥലത്തു നിന്ന് തുടങ്ങിയാൽ ഇവർക്ക് പങ്കാളിയെ കൊണ്ട് ഭാഗ്യം ഉണ്ടാകും. അതിനൊരു കോമ്പിനേഷൻ ഉണ്ട്. അതേപോലെ വിവാഹശേഷം ഇപ്പോൾ ഒരാൾക്ക് മോശം പ്ലാനറ്ററി പീരീഡ് നടക്കുന്നെങ്കിൽ മറ്റേയാൾക്ക് അത് വളരെ നല്ലൊരു പീരീഡ് നടക്കുന്നെങ്കിൽ ഭാഗ്യമുണ്ടാകണം. ആ ഭാഗ്യം ഇവർക്കും കൂടെ അനുഭവിക്കാമല്ലോ. ഇപ്പം ഈ കവിതയ്ക്ക് ഒരു ലോട്ടറി അടിക്കണമെങ്കിൽ കവിതയുടെ വീട്ടിലുള്ളവർക്കും കൂടെ ആ ബെനിഫിറ്റ് ഉണ്ടാകുമല്ലോ. ദുര്യോഗമാണെങ്കിൽ അതിൻ്റെ ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ തന്നെ കൂടെ ചേരുന്ന ആളുകളുടെ ഗുണദോഷങ്ങൾ നമ്മളെയും ആ തലത്തിൽ സ്വാധീനിക്കും. അപ്പോൾ ഒരു ദോഷകാലം നടക്കുന്നു, ഒരാൾക്ക് നല്ലതാണെങ്കിൽ അതിൻ്റെ ആ മിശ്രമായിട്ട് പോകും, അതിൻ്റെ ദുഃഖങ്ങളൊക്കെ കുറയും. അതുണ്ട്. ഓക്കെ, എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടി, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മുടെ ഭാഗ്യത്തിൻ്റെ എലമെൻറ്റ്സ് അതെങ്ങനെയാണ് നമ്മളുടെ ജാതകത്തിൽ അല്ലെങ്കിൽ ഗ്രഹനിലയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അത് തിരിച്ചറിയുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ എങ്ങനെ എഫക്റ്റഡ് ആവണം, ഈ മനസ്സിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, പോസിറ്റീവ്ലി എങ്ങനെ മാറ്റാം എന്നൊക്കെ ഉള്ള വളരെ ഗഹനമായ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കഷനിലുണ്ടായിരുന്നത്. എല്ലാവർക്കും ഇത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.